നമസ്കാരം സുഹൃത്തുക്കളെ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരമേറ്റ ആ ദിവസം മുതൽ എന്തിനും ഏതിനുമൊക്കെ സമരം ചെയ്യാൻ തയ്യാറായി ചില കൂട്ടരുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഇടതുപക്ഷവും വലതുപക്ഷവുമായിരുന്നു. അവരാ പണി ചെയ്യുന്നുമുണ്ട്. അവരുടെ കൂട്ടത്തിലേക്ക് ഇപ്പോൾ ഇതാ ഒരു പുതിയ ടീം കൂടി ചേർന്നിരിക്കുകയാണ്. ലോകത്തെല്ലായിടത്തും ഇത്തരം ചില ആളുകളുണ്ട്. നായസ്നേഹികൾ എന്ന ഒരു വിഭാഗമാണ് തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ സമരം തുടങ്ങിയിരിക്കുന്നത്. ഇത് ഏതാനും ദിവസമായി തുടങ്ങിയിട്ട് അവരുടെ പ്രധാനപ്പെട്ട പരാതി കാണുന്ന നായ്ക്കളെല്ലാം അറഞ്ഞം പുറഞ്ഞം പിടിച്ചുകൊണ്ട് പോകുന്നു എന്നാണ് പരാതി. ഇതിനെ എവിടെ കൊണ്ട് താമസിപ്പിക്കുന്നു, കൊല്ലുകയാണോ അതോ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ ഉന്നയിക്കുന്നത്. ഓക്കെ, അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പം അത്തരം കാര്യങ്ങൾക്ക് ന്യായമുണ്ടോ എന്ന് തോന്നാം. അത് അവർ ആ സൈഡിൽ കൂടെ നടത്തിക്കോട്ടെ. സമരം നടത്താനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. പക്ഷേ അതിനിടയിൽ നോക്കൂ, ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഈ സമരത്തിനിടയിലൊക്കെ പലരും നുഴഞ്ഞു കയറി തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഹൈജാക്ക് ചെയ്യാറുണ്ട് എന്ന് നമ്മൾ മുൻപ് പല സമരങ്ങളിലും നടക്കുമ്പോഴൊക്കെ മാധ്യമ വാർത്തയായിട്ട് മറ്റുമൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതിൻ്റെ ഒരു പ്രകടമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിച്ചിരിക്കുന്നത്. ഈ വ്യക്തിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ഒരുപാടൊന്നും പുറകോട്ട് പോകണ്ടോ. കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാല സമയത്തേക്ക് ഒന്ന് ഓർമ്മകൾ കൊണ്ടുപോയാൽ മതി, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പിടികിട്ടും. പൊങ്കാല സമയങ്ങളിൽ കാലാകാലങ്ങളായിട്ട് ആ തിരുവനന്തപുരത്തുള്ളവർ മാത്രമല്ല, അയൽ ജില്ലയിൽ അങ്ങ് ദൂരെ ജില്ലയിൽ നിന്ന് വരെ ആളുകൾ, എന്തിന് അന്യ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ദൂരെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ഇവിടേക്ക് ആളുകൾ വരാറുണ്ട് പൊങ്കാലയിടാനും മറ്റുമൊക്കെ. അപ്പോൾ അത്തരക്കാർ വണ്ടിയിലൊക്കെയാണ് വരുന്നതെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒന്നും പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കോർപ്പറേഷൻ്റെ കീഴിലില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില സ്വകാര്യ വ്യക്തികൾ അവരുടെ പറമ്പും മറ്റുമൊക്കെ തുറന്നു കൊടുക്കാറുണ്ട്. അത് കോർപ്പറേഷൻ്റെ അനുമതിയോടെയോ അല്ലെങ്കിൽ അവരറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യുന്നതല്ല. അന്യായമായിട്ടുള്ള പാർക്കിംഗ് ഫീസാണ് അത്തരം അവസരങ്ങളിൽ അവർ വാങ്ങുന്നത്. 1-2 ദിവസത്തേക്കാണ്. അതിൽ ഒരു മാരുതി ആൾട്ടോയ്ക്കൊക്കെ 400 രൂപയൊക്കെയാണ് ഈടാക്കിയത്. അപ്പോൾ അത്തരം ചില കാര്യങ്ങളൊക്കെ മേയർ VV രാജേഷിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം നേരിട്ട് എന്ന് ആ സ്ഥലത്ത് അന്വേഷിക്കുകയൊക്കെ ചെയ്തപ്പോൾ അന്ന് അന്യായമായി 400 രൂപയോളം ആൾട്ടോക്കാരന് പാർക്കിംഗ് ഫീസായിട്ട് ഈടാക്കിയ ഒരു വ്യക്തിയെ കയ്യോടെ പിടിക്കുകയും അയാൾക്ക് പെറ്റി അടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. അത് ആ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾ പലരും കണ്ടിട്ടുള്ളതാണ്. അന്ന് VV രാജേഷ് എന്ന തിരുവനന്തപുരം മേയറിൻ്റെ മുന്നിൽ നിന്ന് കെഞ്ചിയ മനുഷ്യനാണ്. സാർ, ഇനി ഞാൻ ആവർത്തിക്കില്ല, സാർ പറയുന്ന പോലെ തന്നെ പെറ്റിന്ന് കുറച്ച് തന്നാൽ മതി, ഞാൻ ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കെഞ്ചുന്ന ഒരു വ്യക്തിയെ നമ്മൾ അന്ന് കണ്ടതാണ്. അതേ വ്യക്തി തന്നെയാണ് ഇന്നിപ്പോൾ നായ സ്നേഹികളുടെ ഒപ്പം ഈ ഇംഗ്ലീഷിൽ എഴുതിയ പ്ലക്കാർഡും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് എന്ന് നോക്കുക. അപ്പോൾ ഈ സമരത്തിന് എന്തെങ്കിലും ന്യായമുണ്ടെങ്കിൽ കൂടി അതിനെ കൂടി ഇല്ലാതാക്കുന്ന പരിപാടിയാണ് ഇത്തരക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് അന്യായമായി അയാൾ പിരിച്ചുകൊണ്ടിരുന്ന പാർക്കിംഗ് ഫീസ് തടഞ്ഞ അല്ലെങ്കിൽ അതിന് തടയിട്ട മേയർക്കിട്ട് ഒരു പണി കൊടുക്കാൻ ഒരു അവസരം അന്നു മുതൽ ഒരുപക്ഷെ അയാൾ നോക്കി നിന്നതായിരിക്കും. അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അത് അയാളും കൂടെ ചേർന്നിട്ട് അയാളും വലിയ നായസ്നേഹിയായിട്ട് അഭിനയിക്കുകയാണ് അവിടെ. അപ്പോൾ ഇത്തരക്കാരുടെ ചിത്രങ്ങളും മറ്റുമൊക്കെ പുറത്തേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സമരത്തിനോട് ആർക്കെങ്കിലുമൊക്കെ ഒരു അനുകൂല നിലപാട് തോന്നുന്നുണ്ടെങ്കിൽ അവരെ കൂടെ അതിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടിയിട്ട് ഇത്തരം ചില നുഴഞ്ഞുകയറ്റക്കാർ ഈ ആധുനിക കാലത്ത്, അതായത് സോഷ്യൽ മീഡിയയും മറ്റുമൊക്കെയുള്ള ഈ കാലത്ത് വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ തിരിച്ചറിയും. ഇത് മനസ്സിലാക്കാതെ എന്നാൽ മേയർക്കിട്ടൊരു പണിക്ക് എൻ്റെ വീതം കൂടി ഒന്നിരിക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇയാൾ ഈ കാടും പിടിച്ചുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയ കാലമാണ്, തീർച്ചയായിട്ടും ആളുകൾ ഒരുപാടൊന്നും മറന്നിരിക്കാൻ സാധ്യതയില്ല. കാരണം കഴിഞ്ഞ പൊങ്കാലയ്ക്ക് നടന്ന സംഭവമാണ്. ആ പൊങ്കാലയ്ക്ക് തനിക്കിട്ട് പണി തന്ന മേയർക്കിട്ട് തിരിച്ചൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഇയാൾ ഈ സമരത്തിനിടയ്ക്ക് നുഴഞ്ഞു കയറിയത് എന്ന് സാമാന്യ ബോധമുള്ള ജനങ്ങൾക്ക് വെറുതെ ഒന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. ഇത് വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഈ സമരത്തിനിടയിൽ കയറി ഈ അഭ്യാസം കാണിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല.